ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിലെ വീടുകളിലായാലും തട്ടുകടയിലായാലും ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നെയ്പത്തിരി. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, ഡിന്നർ ഐറ്റം, പിന്നെ സൽക്കാരങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ഞാൻ 1.5 കപ്പ് പുഴുങ്ങലരിയും 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. രണ്ടരിയോ ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങലരി ഏതരി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അതിനെ ഒരു 4-5 മണിക്കൂർ നന്നായിട്ടൊന്ന് കഴുകി കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കഴുകി ഒന്നുകൂടി വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം ചേർത്ത് ഒരുപാട് പേസ്റ്റാക്കി അരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഒരു 3/4 ഭാഗം അരച്ചെടുക്കുക. ഒരു തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാൻ. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്താൽ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് മുഴുവനായിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിപ്പൊടിയോ ഒറോട്ടിപ്പൊടിയോ ഏതാണ് പൊടി വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് 1.25 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർത്തിട്ടുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓയിലിൻ്റെയോ വെളിച്ചെണ്ണയുടെയോ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിന് ഒരു ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് അതിനെ കയ്യിലിട്ട് നന്നായിട്ട് പരത്തുക. എന്നിട്ട് ഇത് ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക് പേപ്പർ അല്ലെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ടും പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ശേഷം പിന്നെ ഇത് നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലോട്ടിട്ട് ഒരു വശം നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും മുഴുവനായിട്ട് പരത്തി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ള വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നെയ്പത്തിലെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരും നെയ്പത്തിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇതിൻ്റെ കൂടെ ബീഫ് കറി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.